അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖുൽ ഇസ്ലാമിലെ 5-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതിനു മുമ്പുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ഖാമിസ, 5-ാമത്തെ പാഠം, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം. നമുക്ക് ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. രോഗത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല. മറ്റൊരാൾ മരിച്ചുപോയി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. മരണം പോലെ രോഗവും ആർക്കും ഉണ്ടാകാവുന്നതാണ്. അതിന് പ്രായഭേദങ്ങളില്ല. രോഗികളോട് കരുണ കാണിക്കണം. ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാകണം സന്ദർശനം. രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും വെറുപ്പുണ്ടാകുന്ന തരത്തിലാകരുത് അത്. ബന്ധുക്കളോട് രോഗവിവരം അന്വേഷിക്കുകയും സഹായം ആവശ്യമെങ്കിൽ നൽകുകയും വേണം. വിലക്കുണ്ടെങ്കിൽ സന്ദർശിക്കരുത്. ഉചിതമായ സമയത്തായിരിക്കണം സന്ദർശനം. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചും അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചും മുഷിപ്പിക്കരുത്. രോഗിയെ മന്ത്രിക്കുകയും അവനു വേണ്ടി ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി ഐ യശ്ഫീക എന്ന് 7 തവണ ദുആ ചെയ്യൽ സുന്നത്താണ്. രോഗിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലും സുന്നത്താണ്. കാരണം രോഗിയുടെ ദുആ ഉത്തരം ലഭിക്കുന്ന ദുആകളിൽ പെട്ടതാണ്. എന്നാൽ ഫാസിക്കിനെയും മുബ്തദിഇനെയും സന്ദർശിക്കാൻ പാടില്ല. പുരുഷൻ അന്യ സ്ത്രീയെ സന്ദർശിക്കലും സ്ത്രീ അന്യപുരുഷനെ സന്ദർശിക്കലും ഹറാമാണ്. രോഗി മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റു ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബയ്ക്കും വസീയത്തിനും പ്രേരിപ്പിക്കുകയും വേണം. രോഗിയെ സന്ദർശിക്കൽ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. സ്നേഹബന്ധം ഊഷ്മളമാക്കും. ഹൃദയത്തെ ലോലമാക്കും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവന്റെ പാപമോചനത്തിന് തേടും. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അവൻ ചോദിക്കും, റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അല്ലാഹു തആല പറയും, എന്റെ ഒരു അടിമ രോഗിയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ സന്ദർശിച്ചതുപോലെയായി. രോഗം വന്നാൽ ചികിത്സ സുന്നത്താണ്. ഫലപ്രദമായതും ശർഇൽ ഹലാലായതുമായ ഏത് ചികിത്സാ രീതിയും സ്വീകരിക്കാവുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ചികിത്സ നടത്തൂ. വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. അവിടുത്തെ കൈ എന്റെ നെഞ്ചിൽ വെച്ചു. ഞാൻ അതിന്റെ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. സക്കീഫുകാരനായ ഹാരിസ് ഇബ്നു കിൽദയുടെ അടുത്ത് ചെല്ലുക. അദ്ദേഹം ചികിത്സ നടത്തുന്ന വ്യക്തിയാണ്. ശർഇൽ അനുവദനീയമായ മന്ത്രങ്ങൾ കൊണ്ടും ചികിത്സിക്കാം. ഒരിക്കൽ നിസ്കാരത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തേൾ കുത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂന, അൽ ഫലക്, അന്നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൈ പൊള്ളിയപ്പോൾ എന്നെയും കൂട്ടി ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ മന്ത്രിച്ച് എന്റെ കൈയിൽ ഊതി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചതെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചു.
അദ്ഹബിൽ ബഅസ റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത എന്ന മന്ത്രമാണതെന്ന് ഉമ്മ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൽ രോഗസന്ദർശനത്തെക്കുറിച്ചും രോഗികളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പാഠം വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 1. രോഗിയെ സന്ദർശിക്കൽ ഓർമ്മിപ്പിക്കും. എന്തിനെ? ഉത്തരം പരലോകത്തെ. 2. രോഗം വന്നാൽ ചികിത്സിക്കുന്നതിന്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. 3. രോഗികളായ ഫാസിക്കിനെയും മുബത്തദിനെയും സന്ദർശിക്കാമോ? ഉത്തരം സന്ദർശിക്കാൻ പാടില്ല. 4. മരുന്നില്ലാത്ത രോഗമേത്? ഉത്തരം വാർദ്ധക്യം. 5. രോഗികളെ സന്ദർശിക്കരുത്. എപ്പോൾ? ഉത്തരം വിലക്കുണ്ടെങ്കിൽ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യിനി സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നോക്കൂ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. രോഗത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല എന്നും മറ്റൊരാൾ മരിച്ചുപോയി എന്നും. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തേത്. റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ? ഇത് ആര് ആരോട് പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കൂ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന്. അപ്പോൾ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന വാക്കുകളാണിത്. ഇനി അതിലെ മൂന്നാമത്തേത് നോക്കൂ, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. അവിടുത്തെ കൈ എന്റെ നെഞ്ചിൽ വെച്ചു. ഞാൻ അതിന്റെ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളാണിത്. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ ഏത്? ഉത്തരം അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അൻ യശ്ഫീക. 2. മരണാസന്നനായ രോഗിയെ സന്ദർശിക്കുന്നവൻ എന്തു ചെയ്യണം? ഉത്തരം രോഗി മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റ് ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബയ്ക്കും വസിയ്യത്തിനും പ്രേരിപ്പിക്കുകയും വേണം. മൂന്നാമത്തെ ചോദ്യം, രോഗിയെ സന്ദർശിച്ചാൽ ലഭിക്കുന്ന ഒരു നേട്ടം. ഉത്തരം രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. നാലാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ തേൽ കുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? ഉത്തരം നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂന, അൽ ഫലക്, അന്നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം, മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചതെന്ത്? ഉത്തരം അദ്ഹബിൽ ബഅസ റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത. ആറാമത്തെ ചോദ്യം, ആരാണ് ഫാസിക്ക്? ഉത്തരം വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിക്ക്. ഏഴാമത്തെ ചോദ്യം, ആരാണ് മുബ്തദി? ഉത്തരം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലുള്ള നൂതനാശയക്കാരാണ് മുബ്തദി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. രോഗസന്ദർശനത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. രോഗസന്ദർശനത്തിന്റെ മഹത്വം എന്ന് ഹെഡിങ് കൊടുക്കുക. രോഗിയെ സന്ദർശിക്കൽ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും, സ്നേഹബന്ധം ഊഷ്മളമാക്കും, ഹൃദയത്തെ ലോലമാക്കും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ
അവന്റെ പാപമോചനത്തിന് തേടും. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അവൻ ചോദിക്കും, റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? ഈ അവസരത്തിൽ അല്ലാഹു തആല പറയും, എന്റെ ഒരു അടിമ രോഗിയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ സന്ദർശിച്ചതുപോലെയായി എന്ന്. അത്രയേറെ മഹത്വമുള്ള ഒരു കാര്യമാണ് രോഗസന്ദർശനം. അതുവഴി ഒട്ടേറെ പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതുക. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം. ഈ മഹാന്മാരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു, ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ അന്വേഷിച്ചറിയേണ്ടത്. നമുക്ക് ആദ്യം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് നോക്കാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ ഇലാഹി ഭക്തിയും ലൗകിക സുഖങ്ങളോട് വിരക്തിയുമുള്ള ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമവിയ്യ ഭരണാധികാരികളുടെ മുഖമുദ്രയായി മാറിയിരുന്ന ആർഭാട ജീവിതത്തിന് പകരം തികഞ്ഞ ലളിത ജീവിത രീതിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തത്. ഖലീഫയ്ക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും വരുമാനങ്ങളും അദ്ദേഹം പൊതുഖജനാവിലേക്ക് നീക്കിവെച്ചു. ഖലീഫയ്ക്കുള്ള കൊട്ടാരം വേണ്ടെന്ന് വെച്ചു. തനിക്ക് താമസിക്കാനായി മിതമായ സൗകര്യമുള്ള ഒരു വീട് തിരഞ്ഞെടുത്തു. പ്രജകളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടായിരുന്നിട്ടും തന്റെ ഭരണത്തിൽ സംതൃപ്തരല്ലെങ്കിൽ മറ്റൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം എപ്പോഴും ജനങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. ഭരണാധികാരികൾ പിടിച്ചെടുത്ത ഭൂസ്വത്തുക്കൾ ജനങ്ങൾക്ക് പുനർവിതരണം ചെയ്തു. തന്റെ പ്രജകളിലെ ഓരോ ആളുടെയും ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. കൈക്കൂലി വാങ്ങുന്നത് അത്യധികം ഭയന്ന അദ്ദേഹം വളരെ അപൂർവമായേ ഉപഹാരങ്ങൾ തന്നെ സ്വീകരിക്കാറുള്ളൂ. വല്ലപ്പോഴും സമ്മാനങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാൽ അത് പൊതുഖജനാവിലേക്കായി അദ്ദേഹം നീക്കിവെക്കുകയും ചെയ്യും. രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം പരുക്കൻ ലിനൻ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ഇത് കാരണം അദ്ദേഹം ഭരണാധികാരിയാണെന്നത് പലപ്പോഴും തിരിച്ചറിയാതിരുന്നു. ചുരുങ്ങിയ കാലയളവാണ് അദ്ദേഹത്തിന്റെ ഭരണകാലമെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തോട് ഏറെ സാദൃശ്യമുള്ള ഭരണരീതിയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതിനാൽ തന്നെ ഉമർ രണ്ടാമൻ എന്ന പേരിലും അഞ്ചാം ഖലീഫ എന്നും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പ്രസിദ്ധനാണ്. ഹദീസുകൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവ ക്രോഡീകരിക്കുന്നതിനായി ഔദ്യോഗികമായി ഉത്തരവിട്ട ആദ്യ ഭരണാധികാരിയും അദ്ദേഹമാണ്. രാജകീയവും സമ്പന്നവുമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഖലീഫ ഭരണം ഏറ്റെടുത്തതോടുകൂടി പരിത്യാഗിയാവുകയും അവസാനം ദരിദ്രനായി വിടവാങ്ങുകയും ചെയ്ത മഹാവ്യക്തിയും കൂടിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അടുത്തത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധ നാടായ മക്കയിൽ അറേബ്യൻ ഉപദ്വീപിലെ മഹനീയ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിൽ പ്രശസ്തമായ ബനു സുഹ്റ കുടുംബത്തിലായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തരായ 4 അനുചരന്മാരിൽ ഒരാളായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരെ പോലെ തന്നെ കരുത്തും ധൈര്യവും മഹത്വവും ഉള്ളവനായിരുന്നു അദ്ദേഹം. മൂർച്ചയുള്ള കാഴ്ചശക്തി അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇത് യുദ്ധമുഖങ്ങളിൽ അദ്ദേഹത്തിന് വളരെയേറെ ഉപകരിച്ചിട്ടുണ്ട്. ദൂരെയുള്ള ശത്രുക്കളുടെ നെഞ്ചിന് നേരെ അമ്പു തൊടുക്കാനും കുന്തം എറിയാനും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അസ്ത്രപ്രയോഗം നടത്തിയ പ്രഥമ വ്യക്തി. പേർഷ്യൻ ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങൾ തകർത്തവൻ അതായിരുന്നു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ടെന്ന വാർത്ത കേട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും താൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തു. ചില യുദ്ധങ്ങളിൽ അദ്ദേഹം സേനാനായകനായി,
ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ യശസ് വാനോളം ഉയർന്നു. ഉഹദ് യുദ്ധത്തിൽ രൂക്ഷമായ പോരാട്ടം നടത്തി. ഓരോ യുദ്ധത്തിലും 1000-ലധികം അമ്പുകൾ അദ്ദേഹം ശത്രുക്കളുടെ നേരെ എയ്തുവിട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ മർദ്ദനത്തിൽ നിന്നും പ്രതിരോധിച്ചു. പ്രവാചകന്റെ സംസ്കാരങ്ങൾ ഓരോന്നും വാരിപ്പുണർന്ന വ്യക്തിത്വമായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഇനി അടുത്തത് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഹാത്തിബ് എന്നവരും മാതാവ് ഉമ്മു ജമീൽ എന്നവരുമാണ്. ഒരിക്കൽ മാതാവിന്റെ കൂടെ ഹബശയിൽ നിന്നും മദീനയിലേക്ക് വരികയായിരുന്നു മഹാനവർകൾ. യാത്രക്കിടയിൽ ഉമ്മ ഭക്ഷണം പാകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വിറക് തീരുകയും വിറകന്വേഷിച്ച് ഉമ്മ നടന്നുകൊണ്ടിരുന്ന നേരത്ത് ഭക്ഷണച്ചട്ടിയിൽ നിന്ന് മഹാനവർകളുടെ കൈ പൊള്ളുകയും ചെയ്തു. അപ്പോൾ ഉമ്മ അദ്ദേഹത്തെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും നബി തങ്ങൾ മന്ത്രിച്ച് ഊതുകയും തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടുകയും അവിടുത്തെ കൈകൊണ്ട് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ തടവുകയും ചെയ്തു. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.